പഠനത്തിൻ്റെ രീതി നമ്മൾ മാറ്റി പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറേ കാലം പഠിച്ചു വന്നിരുന്ന ആ ഒരു റൊട്ടീന് മാറി ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡിറ്റർമിനേഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. എനിക്ക് ഇതിൻ്റെ സിലബസിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഐഫറിലെത്തിയത്. എനിക്ക് ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും കിട്ടി, PYQസിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം കിട്ടി. അങ്ങനെയാണ് ഐഫറിൽ എൻ്റെ പേപ്പർ 2ൻ്റെ സ്ട്രാറ്റജി ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഐഫറിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്ന് പറയുന്നത് മെൻറ്റേഴ്സിൻ്റെ ഇൻസ്പിറേഷനാണ്. സത്യത്തിൽ പറഞ്ഞാൽ നല്ല ഇൻസ്പിറേഷൻ തന്നത് നിബുല മിസ്, മിത്ര മാമിൻ്റെയും ആ കോളിൽ കിട്ടുന്ന ഇവരിങ്ങനെ ബാക്കിൽ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളതാണ്. വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള എയ്ഫറേറ്റ്സുമായിട്ടുള്ള ഇൻ്റർവ്യൂ സീരീസിലെ അടുത്തൊരു എപ്പിസോഡാണ്. ഇനിയും പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഓൾറെഡി ജയിച്ച ആളുകളിൽ നിന്ന് അവരുടെ സ്ട്രാറ്റജിയെക്കുറിച്ചും അവരിൽ നിന്ന് ഗൈഡൻസ് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇർഫാൻ ഗൂഡല്ലൂരാണ്. ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ ഇപ്രാവശ്യം ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ JRF നേടിയിട്ടുള്ള, അതും ഡിസ്റ്റൻ്റ് ആയിട്ടാണ് പഠിച്ചിരുന്നത്. ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ട് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ JRF നേടിയിട്ടുള്ള ഒരാളാണ് ഇർഫാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇർഫാൻ്റെ പഠനത്തെക്കുറിച്ചും ഇംഗ്ലീഷ് പഠനത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകൾക്ക് അറിയാനുണ്ടാവുക എന്ന് എനിക്കറിയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ ഇർഫാൻ ഫോർ ദിസ് അച്ചീവ്മെൻറ്റ്. സോ മൂവിങ് ഡിറക്റ്റ് ടു ദി പേപ്പർ 2, എങ്ങനെയാണ് ഇർഫാൻ്റെ ഒരു പേപ്പർ 2 ഇംഗ്ലീഷ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരുന്നു? സംഭവത്തിൽ ഞാൻ സ്കൂൾ പഠിച്ചതൊക്കെ മെട്രിക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ടീച്ചേഴ്സ്മാരാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ടീച്ചേഴ്സ്മാരിൽ നമ്മൾ റീഡിങ്ങിൻ്റെ കോംപ്രഹെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് മെത്തേഡ്സ് സ്കൂളിൽ തന്നെ ഒരു ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതൽ ഇങ്ങനെ എടുത്ത് വായിപ്പിക്കുക, കുറേ ബുക്സ് ഇങ്ങനെ ട്രൈ ചെയ്യിപ്പിക്കുകയൊക്കെ ടീച്ചേഴ്സ്മാർ ഒരു ഹോബിയാണ്. അപ്പോൾ വായന എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ വായിച്ചു തുടങ്ങി. പിന്നീട് എഴുത്ത് നന്നാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഗീതാ മിസ് പറഞ്ഞൊരു മിസ്സുണ്ട്. ആ മിസ്സിൻ്റെ അടുത്ത് നിന്ന് എഴുത്ത് പഠിക്കുമ്പോൾ നമ്മൾ എത്ര നല്ല നീറ്റിൽ എഴുതി കൊണ്ടുപോയാലും മിസ് എന്തായിട്ടും കറക്ഷൻ ചെയ്യില്ല, കട്ട് ചെയ്തിട്ട് വലിച്ചെറിയും. അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. കാരണം ആ മിസ്സിൻ്റെ സ്ട്രാറ്റജി അങ്ങനെയാണ്. ആ മിസ്സിനെ അറിയാം ഇത് നമ്മളിപ്പോൾ ഒക്കെ കണ്ട് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ ഇവർ പഠിക്കുന്നതിലില്ല, റെഡി ആയി കിട്ടില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ ടീച്ചർ എന്തായിട്ടും വരുന്ന കോപ്പി കറക്ഷൻസൊക്കെ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയും. ഞാൻ എന്നിട്ട് ഇതിൻ്റെ രസം കിട്ടിക്കഴിഞ്ഞത് ഡിഗ്രിക്ക് ഞാൻ സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി നടത്തുന്ന സമയത്താണ് എനിക്ക് ഇതിൻ്റെ രസം കിട്ടിക്കഴിഞ്ഞത്. എനിക്ക് കൂടുതൽ വേർഡ്സ് ആപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ വായനകളിൽ ഉള്ളിലൂടെയുള്ള വായനകൾ, ഇൻ ബിറ്റ്വീൻസ് ലൈൻസ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ എൻ്റെ കാപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ടീച്ചർമാർ കുറേ കാര്യങ്ങൾ ബേസ്മെൻറ്റിൽ നിന്ന് തന്നെ ഇൻജെക്റ്റ് ചെയ്ത് തന്നത് എനിക്ക് ഭയങ്കര ഈസിയറായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് ഇഗ്നോൻ്റെ ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലുള്ള റെഫറൻസിലുള്ള ലിങ്ക്സിൽ കയറുമ്പോൾ അതിൽ നിന്ന് പുതിയ ഒരുപാട് നോളജസ് കിട്ടും. പിന്നെ കിട്ടുന്നത് ഞാൻ മാക്സിമം എഴുതി വെക്കാൻ ശ്രമിക്കും, എഴുതി വെച്ച് കുറിച്ച് വെക്കും. പിന്നീട് എടുത്തു നോക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എഴുതി വെക്കും. പിന്നീട് കീവേഡ്സുകൾ യൂസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഓതേഴ്സിൻ്റെ പേരൊക്കെ മാക്സിമം ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ബൈ ഹാർട്ട് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ പേപ്പർ 2ൻ്റെ ഒരു പ്രിപ്പറേഷൻ പോകുന്നത്. പിന്നെ എനിക്ക് ഇതിൻ്റെ സിലബസിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ഒരു മാസം ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, ഏതെല്ലാം രീതിയിലാണ്. ഇതിപ്പോൾ ഡിഗ്രി ആകുമ്പോൾ നമുക്ക് ഒരു തരുന്ന സിലബസിൽ നിന്ന് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഡിഗ്രിയിൽ നിന്നും PG നിന്നും UGC നെറ്റിൻ്റെ അടുത്ത് നിന്നും 30% മാത്രമേ നമുക്ക് മാർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നൊക്കെയാണ് കിട്ടുക. ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഐഫറിലെത്തിയത്. എനിക്ക് ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും കിട്ടി, PYQസിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം കിട്ടി. അങ്ങനെയാണ് ഐഫറിൽ എൻ്റെ പേപ്പർ 2ൻ്റെ സ്ട്രാറ്റജി ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നീട് ഓരോ ദിവസങ്ങളിലും എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ സ്റ്റഡി പ്ലാന് ഞാൻ ബിൽഡ് ചെയ്യും. എൻ്റെ കൃത്യമായ ഷെഡ്യൂളുകൾ ഞാൻ അതിനായിട്ട് മാറ്റി വെക്കും. അതിനായിട്ടുള്ള സപ്പോർട്ട്സ് ഞങ്ങളെ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. അങ്ങനെയൊക്കെയാണ് എൻ്റെ പേപ്പർ 2ൻ്റെ പ്രിപ്പറേഷൻ പോയിട്ടുള്ളത്. പേപ്പർ 1ൻ്റെ അതേപോലെ ഇതൊക്കെ തന്നെ. ഓക്കെ,
ഇപ്പോൾ ഈ പേപ്പർ ടൂല്ലേ നമ്മൾ ഇംഗ്ലീഷൊക്കെ വരുന്ന ഒരു സമയത്ത് പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ, ഭയങ്കരമായിട്ട് ഇതിൻ്റെ പാറ്റേൺ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, ഐ മീൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേൺ. അതേസമയം സിലബസ് ബാക്കിയുള്ള സബ്ജക്റ്റുകളോ അത്ര സ്പെസിഫിക് അല്ല, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റുമല്ല ലിറ്ററേച്ചർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കുട്ടികളുടെ പലപ്പോഴും കൺഫ്യൂഷന്, ഞങ്ങൾ PYQ വെച്ചിട്ട് തുടങ്ങണോ, ഓരോ തവണയും PYQ പുതിയ ഏരിയയിൽ നിന്നാണല്ലോ ചോദിക്കുന്നത്, നമ്മൾ തിയറി വെച്ച് തുടങ്ങണോ, സിലബസ് വെച്ച് തുടങ്ങണോ, എസ്പെഷ്യലി പുതുതായിട്ട് തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് എവിടെ നിന്നാണ് ഇംഗ്ലീഷ് പേപ്പർ ടു പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് എന്നുള്ളതൊരു കൺഫ്യൂഷനാണ്. അതിൽ ഇർഫാൻ്റെ ടേക്ക് എന്താ? അതിൽ ടേക്ക് പറയാൻ നമ്മൾ PYQs തന്നെ തുടങ്ങാനാണ്. PYQs തുടങ്ങി പറയുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQs ഉണ്ടാകും, അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQs ഉണ്ടാകും. ഇതിലൊക്കെ സ്ലൈറ്റ്ലി കുറച്ച് ചേഞ്ചസ് വന്നിട്ടാണ് അടുത്ത PYQs ഇടുക. അപ്പോൾ അതിൻ്റെ ആ ഇൻസൈറ്റ് എന്താണെന്ന് നമ്മൾ ഫോളോ ചെയ്ത് വെക്കുക ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റിൽ. അപ്പോൾ ആ ഇൻസൈറ്റ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം നമ്മളെ സിലബസ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ ചാൻസസ് കൂടുതലുള്ളത് എന്നുള്ളത് നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. ചിലപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ബോധം ഉണ്ടാകും, നമുക്ക് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. അതിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. പിന്നീട് നമുക്ക് പറ്റുന്നിടത്തോളം PYQs നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഇപ്പോൾ MCQ ടൈപ്പിലാണ് നമ്മൾ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്നത്. അത് മാത്രമല്ലാതെ ഞാൻ ഒരു 1.5 വർഷം മുമ്പ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കോഴ്സ് എഴുതിയിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ ചെയ്ത് പരിചയം അങ്ങനെ വന്ന്. അത് പിന്നെ ഇതിലുള്ള കീ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ് ഫീൽഡിന് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ആ എക്സാം ചെയ്യുന്ന ആ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ SAP എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറാണ് പഠിച്ചത്. അതിൽ അസോസിയേറ്റ്സിൻ്റെ ഒരു ടെസ്റ്റ് വന്ന സമയത്ത് അതിൽ ഒരു ചോദ്യത്തിൽ തന്നെ 1ഉം 2ഉം ഉത്തരം കറക്റ്റ് ഉണ്ടാകും. അതേ ഉത്തരം തന്നെയാണ്, പക്ഷേ അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള കറക്റ്റ് ഉത്തരം ഏതാണോ അതേ അവർ സ്വീകരിക്കുള്ളൂ, ബാക്കിയൊക്കെ അതിൻ്റെ ആൻസർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സംഗതി തന്നെയാണ് നമ്മൾ UGC നെറ്റിൻ്റെ ഇംഗ്ലീഷിലും ഉള്ളത്. അതിൽ ഉത്തരങ്ങൾ ഏകദേശം ശരിയായിട്ടുള്ള ഉത്തരങ്ങളുണ്ടാവും, പക്ഷേ ആ ക്വസ്റ്റ്യൻസ് എന്താണെന്നൊന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് എലിമിനേഷൻ മെത്തേഡ്, അത് മാച്ച് ദ ഫോളോയിങ്സ് അല്ല, ചൂസ് ദി കറക്റ്റ് ആൻസറിലൊക്കെ വരുന്ന പോലത്തെ എലിമിനേഷൻസ്, ഇതിൽ നിന്നല്ലെങ്കിൽ അതല്ല അവോയ്ഡ് ചെയ്ത് കളയാനുള്ള ആ ഒരു മെത്തേഡാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഒന്നുകൂടി സ്പെസിഫിക് ആവുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാനുള്ള ഒരു ആസ്പെക്റ്റുകളിൽ കുറേ പഠിച്ചിട്ട് മേ ബി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പഠിച്ചിട്ട് പല കോച്ചിങ്ങിന് പോയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടും കിട്ടാത്തൊരു സമയത്ത് ഒരു ഡിസ്റ്റൻറ്റ് വെച്ച് പഠിച്ച് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടി എന്നുള്ളത് ഒന്ന് ഇർഫാൻ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുമ്പോൾ എന്തായിരിക്കും ഇർഫാന് നോർമലി ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഇർഫാനൊരു സ്പെഷ്യലായിട്ട് എടുത്തു തോന്നുന്ന മെത്തേഡ്സോ സ്ട്രാറ്റജീസോ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇർഫാന് വാട്ട് വാസ് മോസ്റ്റ് ഹെൽപ്ഫുൾ ടു യു, അതായിരിക്കും ഒന്നുകൂടി നന്നാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഏറ്റവും ഉപയോഗപ്പെട്ടു എന്ന് തോന്നിയത് എന്താ? ഏറ്റവും ഉപയോഗപ്പെട്ടു എന്ന് തോന്നിയത് പഠനത്തിൻ്റെ രീതി നമ്മൾ മാറ്റി പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറേ കാലം പഠിച്ചു വന്നിരുന്ന ആ ഒരു റൊട്ടീന് മാറി ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡിറ്റർമിനേഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പ്രത്യേകമായിട്ടുള്ള യാതൊരു ക്ലിയറായിട്ട് ഇന്ന റൂട്ടുണ്ട്, ഇന്നതിൽ പോയത് കിട്ടും എന്നുള്ള ഒരു സംഗതി എവിടുന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ഉസ്താദ്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ മാക്സിമം നമ്മളടുത്ത് നിന്നുള്ള എഫേർട്ട് അതിലോട്ട് ഇട്ടിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുന്നതിന് കൂടെ നമ്മൾ ആ ഒരു എഫേർട്ട് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലും റിലീജിയസ് ആയിട്ട് കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇപ്പോൾ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യോഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈൻഡ് കൂളാക്കുക. പിന്നെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ മെച്യൂരിറ്റിയോട് കൂടെ എടുക്കുക, അതാണ്. പിന്നെ ആവശ്യമുള്ള സമയത്ത് മാത്രം സംസാരിക്കുക, കൂടുതൽ സംസാരങ്ങൾ ചെയ്യാതിരിക്കുക. സംസാരം കുറച്ച് നമ്മൾക്ക് വേണ്ട കാര്യം എന്താണോ അതിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, ഇതാണ്.
അതാണ് പറയാനുള്ളത്. ഓക്കെ, അതാണല്ലോ ഇർഫാൻ്റെ പ്രിപ്പറേഷനിൽ എയ്ഫർ എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എയ്ഫറിൽ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ജാറഫ് ക്ലബ്. അപ്പോൾ നമ്മൾ തന്നെ എപ്പോഴും ആളുകളോട് പറയാറുണ്ട് എല്ലാ ഫീച്ചേഴ്സും എല്ലാവർക്കും ഉള്ളതല്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാവും. അപ്പോൾ ഇർഫാൻ എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു, അപ്പോൾ എയ്ഫറിൻ്റെ ഫീച്ചേഴ്സിൽ ഇർഫാൻ്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും എഫക്റ്റീവായി തോന്നിയതൊക്കെ? എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത് ഒന്നാമത് അപ്ഡേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, പിന്നെ രണ്ടാമത് PYQs നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. PYQs നല്ലോണം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് എക്സ്ട്രാ റീഡിങ്സ് ഉള്ളതും കൂടി കുറച്ചും കൂടി നല്ലതാണ് ഈ വിഷയത്തിൽ. എക്സ്ട്രാ റീഡിങ്സ് നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നീട് നമുക്കിപ്പോൾ ChatGPT പോലത്തെ DeepSeek പോലത്തെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതിലൊക്കെ നമ്മളെ സെർച്ചിങ് മെത്തേഡ്സ് ഒന്നും കൂടി നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കുക. ഇതൊക്കെയാണ് ചെയ്യണം. പിന്നെ ഐഫറിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഗതി പറയുന്നത് മെൻറ്റേഴ്സിൻ്റെ ഇൻസ്പിറേഷനാണ്. സത്യത്തിൽ പറഞ്ഞാൽ നല്ല ഇൻസ്പിറേഷൻ തന്നത് നിബുലാമസ് മിത്ര മാമിൻ്റെയും ആ കോളിൽ കിട്ടുന്ന ഇവരിങ്ങനെ ബാക്കിൽ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കോളേജിൽ പോയി പഠിക്കുക എന്നുള്ളത് ഭയങ്കര, കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ടീച്ചേഴ്സ്മാരുടെ അടുത്ത് നിന്ന് നല്ല നോളേജസ് കിട്ടുക എന്നുള്ളത് എല്ലാ സ്റ്റുഡൻസിനും കിട്ടാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ ടീച്ചറിനോട് ഡൗട്ട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ഡയറക്റ്റ് അങ്ങനെയൊക്കെ പഠിക്കാനുള്ള ഒരു ഇതൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ നിബുലാമസ് കുറേ ഡൗട്ട്സ് കുറേ ക്ലാരിഫൈ ചെയ്തു തന്നു. പിന്നീട് നിബുലാമസ് തന്നെ നമ്മുടെ ഐഫറിലുള്ള ഡിസ്കഷൻ ഗ്രൂപ്പിൻ്റെ പുറമേ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് കുട്ടികൾ മാത്രമായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ കുറേ രാത്രികളിൽ ഇരുന്ന് പഠിക്കാനുള്ള എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഞങ്ങളൊരു ടീമായി ഫോം ചെയ്തിട്ട് ആ ഫോമിങ്ങിലിരുന്ന് പഠിച്ച് അങ്ങനെ ഒരു ഫസ്റ്റ് എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്ത് വെച്ച് പിന്നീട് നമ്മുടെ ടൈം മാക്സിമം നമ്മൾ കൺസ്യൂം ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്തും എല്ലായിടത്തും ടൈം നല്ലോണം കൈകാര്യം ചെയ്യാം, മാനേജ് ചെയ്യാം. എന്നാൽ നമുക്ക് നമ്മുടെ ഫോക്കസ് തെറ്റൂല. മാക്സിമം നമ്മുടെ ഫോക്കസ് തെറ്റാതെ ക്ലിയർ ആയിട്ടുള്ള ഡിലൈറ്റ് ആയിട്ടുള്ള നല്ലൊരു എസൻസ്ഡ് ആയിട്ടുള്ളൊരു വഴിയിലാണ് പോകണമെന്നുള്ളത് ഉറപ്പുവരുത്തുക. ആ ഒരു ഡിലൈറ്റ് ആയിട്ടുള്ള വഴിയാണ് ഐഫറിലെത്തിയത്. ഓക്കെ, ഇർഫാനൊപ്പം നമ്മുടെ നോർമൽ കോമൺ ആയിട്ടുള്ള എല്ലാ ആളുകളും പഠിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ചെറുതായിട്ട് ഡിഫറെൻ്റ് ഉള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഐ മീൻ ഒരു റിലീജിയസ് സിസ്റ്റം ആയിട്ടുള്ള സമയം. അപ്പോൾ നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്നും പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് എക്സും വൈയും ബാലൻസ് ചെയ്യുക, ഇതിൻ്റെ കൂടെയൊക്കെ പഠിച്ചാൽ JRF കിട്ടുമോ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് അങ്ങനെയുള്ള സിസ്റ്റങ്ങളുടെ ഭാഗമായിട്ട് പഠിക്കുന്ന ആളുകളോട് എന്താണ് പറയുന്നത്? നമ്മൾ കിതാബുകൾ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴും നമ്മൾ ഷഹീദായിക്കൊണ്ടാണ് പഠിക്കുക. മാക്സിമം നമ്മുടെ എഫേർട്ട് നമ്മളവിടെ എടുത്തിട്ടില്ലെങ്കിലും നമ്മളെക്കൊണ്ട് നമ്മളെ ഉസ്താദന്മാരെ അത് എടുപ്പിക്കും. അപ്പോൾ ഉസ്താദന്മാരെ എടുപ്പിക്കുമ്പോൾ അവരെ വെറുപ്പിക്കാത്ത ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നല്ലൊരു സിറ്റുവേഷനിൽ അവരെ മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് മെയിൻ വേണ്ടത്. പിന്നീട് അവരെ അറ്റൻഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവരെ മോട്ടിവേഷനും ഇൻസ്പിറേഷനും നമുക്ക് കൂടുതലും കൂടി ഗെയിൻ ചെയ്യും. അവരെ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ARFൽ ഞാൻ ക്രാക്ക് ചെയ്ത സമയത്ത് ഫസ്റ്റ് കിട്ടിയ സമയത്ത് ഞാൻ ഉസ്താദിനോട് ഈ സന്തോഷം പോയി പങ്കുവെച്ചപ്പോൾ ഉസ്താദ് എനിക്ക് തന്ന വലിയൊരു സംഗതിയാണ് ഇപ്രാവശ്യം എന്തായാലും JRF എടുക്കണമെന്ന്. പക്ഷേ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ നെറ്റിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു ആസ്പെക്റ്റിൽ വന്നത്. പിന്നീട് ഉസ്താദ് JRFന് ഇരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടി വാശി കൂടി. പിന്നീട് ഫിനാൻഷ്യലി കുറച്ച് കാര്യങ്ങളിൽ ബാക്ക്വേർഡ് ആയതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഒന്ന് ഡിപ്പെൻഡ് ചെയ്യാതെ ആരെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്ത് സ്വന്തമായിട്ട് ജീവിക്കണം, സ്വന്തമായിട്ടൊരു സ്റ്റാൻഡിൽ നിൽക്കണം എന്നുള്ളൊരു ഇതിലേക്കെത്തി. അതിൻ്റെ കൂടെ തന്നെ പഠനം ഒരു ഇതിനും പോകണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എടുത്ത സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. വാട്ട് വി ലൈക്ക് ദറ്റ് വി സ്റ്റഡി മോർ എഫക്റ്റീവ്ലി എന്നല്ലേ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും നമ്മൾ കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് അത് എഫക്റ്റീവായി തീരും എന്നാണ് പറയാനുള്ളത്. Okay, so that's it. Once again, congratulations, Irfan. Okay.